ഇന്നില്ലേ ഞാൻ പറയാൻ പോകുന്നത് എന്നാണെന്നറിയാമോ? എന്നോടൊരു കമൻറ്റ് ചോദിച്ചേക്കണം, 3 പേര് ചോദിച്ചേക്കണം. കമൻറ്റിനുള്ള ആൻസറാണ് ഈ കടബാധ്യത തീർക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട് സാമ്പത്തികമായിട്ടൊരു പ്രതിസന്ധി ഉണ്ടായിരുന്നു, അത് ഞാൻ വീട്ടി മാനസികമായിട്ട് ഒത്തിരി വിഷമങ്ങളൊക്കെ അനുഭവിച്ചു എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞായിരുന്നു ഒരു വീഡിയോയ്ക്കകത്ത്. എൻ്റെ ജീവിതം മാറ്റിമറിച്ച മന്ത്രത്തിലാണെന്ന് തോന്നുന്നു. അപ്പം അത് എങ്ങനെയാ വീട്ടിയെ എന്നിങ്ങനെ കുറേ പേര് ചോദിച്ചു. അവർക്കറിയാനുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് അല്ലേ. ആദ്യമേ ഞാൻ പറയട്ടെ, നമ്മൾ ഈ എവിടുന്നെങ്കിലും പൈസ കിട്ടാനുണ്ടെങ്കിൽ നമ്മൾ മേടിക്കും ഇല്ലേ, ആരുടെ കയ്യിലിരിക്കുന്നാലും മേടിക്കും. അത് അങ്ങനെയുള്ള സ്വഭാവം ഉള്ളവർക്ക് കടബാധ്യത ഏറി വരാനാണ് സാധ്യത. ചിലർ ജന്മനാ തന്നെ കടത്തിലേക്കായിരിക്കും ജനിച്ചു വീഴുന്നത്. അതായത് അച്ഛനമ്മമാർ കടം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് മക്കളായിട്ടിങ്ങനെ അനുഭവിച്ചുകൊണ്ട് പോകും. പിന്നെ കുറച്ച് പേരുണ്ട് എന്തെങ്കിലും വീട് മേടിച്ചോ അല്ലെങ്കിൽ വാഹനം മേടിച്ചോ അങ്ങനെയൊക്കെ കടബാധ്യതയിലേക്ക് അകപ്പെടുന്നു. ഇച്ചിരി ആഡംബരത്തിന് വേണ്ടി പൈസ കളയുന്നവരും ഉണ്ട്. ചിലരുണ്ട് രോഗങ്ങൾ വന്ന് ദുരിതങ്ങൾ വന്ന് ഒക്കെ കടബാധ്യതയിലേക്കും ആയി പോകുന്നവരും ഉണ്ട്. അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് രീതിയിലാണ് കടബാധ്യതയിലായിപ്പോയത് എന്നാണ്. പിന്നെ ഈ കടം കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും കടം മേടിക്കണ ഒരു ശീലമാക്കി വെക്കുന്നവരുമുണ്ട്. അതായത് അവർക്കൊരു ഹോബിയാണ്, പൈസ കയ്യിലില്ലാണ്ട് വരും, ഓർണെ ആരോടെയും ചോദിക്കാം മേടിക്കാം എന്ന്. അങ്ങനെയുള്ള സ്വഭാവങ്ങൾ എല്ലാം നമ്മൾ നിർത്തണം. ഒന്നാമത്തെ കാര്യം, നമ്മൾ കടബാധ്യത രക്ഷപ്പെടണമെങ്കിൽ. അതായത് നമുക്ക് എവിടെയെങ്കിലും പൈസ ഉണ്ടെന്ന് ആരുടെയെങ്കിലും കയ്യിലുണ്ടെന്ന് പറഞ്ഞാൽ അത് ചോദിക്കുന്ന സ്വഭാവം നമ്മൾ ആദ്യമേ ഒന്ന് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ കടമൊക്കെ മേടിച്ച് നമ്മൾ ആഡംബരത്തിലൊക്കെ ജീവിക്കും. നമുക്ക് എല്ലാവരും നമ്മുടെ സ്വന്തക്കാരും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ കാണും. അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും അതെൻ്റെ കൂട്ടുകാരനാട്ടോ അല്ലെങ്കിൽ കൂട്ടുകാരിയാട്ടോ അല്ലെങ്കിൽ അവളെൻ്റെ പെങ്ങളാട്ടോ അല്ലെങ്കിൽ ആങ്ങളയാട്ടോ എൻ്റെ ചേട്ടനാട്ടോ അനിയനാട്ടോ കസിൻസാട്ടോ എന്നൊക്കെ നമ്മളോട് പറയും. നമ്മൾ പൈസക്കാരാന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും എന്നറിയുമ്പം ഇവർ പറയും അല്ലേലും അവരങ്ങനെയാണ്, ഇച്ചിരി ദൂർത്തടിച്ച് കളഞ്ഞതാ, വരവ് ചിലവറിയാണ്ട് ജീവിച്ചത് കൊണ്ടാണ് അവരങ്ങനെയാണ് അവരിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മൾ ഭയങ്കര മോശക്കാരാവും. പിന്നെ കണ്ടാൽ പോലും മിണ്ടില്ലാത്ത അവസ്ഥയിലേക്കും വരും. ഈ കടം കൊണ്ട് എത്തിക്കും നമ്മൾ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കുക, വരുത്താതെ ശ്രദ്ധിക്കുക, ഇതൊരു ശീലമാക്കാതിരിക്കുക. അതാണ് ഒന്നാമത്തെ പ്രിൻസിപ്പിൾ കടത്തിൻ്റെ. കാരണം നമുക്ക് എപ്പോഴും ഈ ബാങ്കുകളോ അല്ലെങ്കിൽ വ്യക്തികളോ ഒക്കെ പൈസ തരുമെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മേടിക്കാനുള്ള ടെൻഡൻസി അതാദ്യമേ നിർത്തുക. അത് എന്തു വന്നാലും ഞാനത് മേടിക്കില്ല, എൻ്റെ വീട്ടിൽ കൂടെ ബാങ്കുകാർ കയറി നിരങ്ങില്ല, എൻ്റെ വീട്ടിലേക്ക് കടക്കാർ കയറി വരില്ല എന്ന് ചിന്തിക്കാനൊരു ബോധം ഉണ്ടാക്കിയെടുത്താൽ നമ്മൾ കടം മേടിക്കാണ്ടിരിക്കാൻ ശ്രമിക്കും. നിസ്സാര കാര്യത്തിന് പോലും കടം മേടിക്കണവർ 1000 രൂപ മേടിക്കണവർ നമ്മൾ കണ്ടിട്ടില്ലേ. എന്തിനാ 1000 രൂപ? ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആവശ്യം വരില്ല. അതല്ല അത്യാവശ്യം ഒരു ആശുപത്രി കേസ് അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യമാണെങ്കിൽ ഒരാളോട് മേടിക്കാം. ചുമ്മാ വട്ടച്ചെലവിന് വേണ്ടിയിട്ടും 1000 രൂപയും 500 രൂപയും കടം മേടിക്കണവരും കൂടെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. അത് വട്ടിപ്പലിശക്കാരുടെ അടുത്തുനിന്നും ഒക്കെ മേടിച്ച് ഒന്നുമല്ലാതെ ആകുന്നവരും ഉണ്ട്. അപ്പം നമ്മൾ അതാദ്യമേ മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ കടങ്ങൾ എഴുതി വയ്ക്കാൻ ശ്രമിക്കുക. എത്ര കടങ്ങളുണ്ട് എന്ന് നമ്മളിങ്ങനെ എഴുതുക. അത് വലിയ കടം തൊട്ട് ഏറ്റവും കൂടുതൽ EMI അടയ്ക്കണ കടം തൊട്ട് ഏറ്റവും കുറഞ്ഞ കടം വരെ എഴുതി വയ്ക്കുക. ഇതിൻ്റെയൊക്കെ ബോധം എനിക്ക് പോയത് ഈ അടുത്ത കാലത്താട്ടോ, അതും കൂടെ ഞാൻ പറയാം. അല്ലാണ്ട് ഞാൻ വലിയ ഇതിൻ്റെ എക്സ്പേർട്ടൊന്നും അല്ല. ഞാനിങ്ങനെ ഓരോ ആൾക്കാർ പറയണ കേട്ടും ഞാനൊരു ഫൈനാൻസ് സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയപ്പോഴുമാണ് എനിക്കിതിൻ്റെ ദൂഷ്യവശങ്ങളും നല്ല വശങ്ങളും മനസ്സിലാക്കിയത്. അപ്പം ഞാൻ അത് കഴിഞ്ഞ് ചിന്തിക്കാൻ തുടങ്ങിയ പിന്നെയാണ് എനിക്ക് കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടണം എന്നൊരു ചിന്ത, എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നുള്ള ഒരു ചിന്ത ഉണ്ടായത്. അതും കൂടെ പറയാം. അപ്പോൾ പിന്നെ അന്ന് അവിടുന്ന് ഞാൻ മനസ്സിലാക്കിയതും പിന്നെ ഒത്തിരി എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനം ചെലുത്തിയത് നിഖിൽ ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞ എൻ്റെ പെൻഡറ്റ് സെക്യൂരിറ്റിയുടെ CEO ഇല്ലേ, അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ടപ്പോഴാണ് എനിക്ക് ഒത്തിരി മാറ്റങ്ങൾ വന്നത്. സത്യമായ കാര്യമാണ് അത്. എനിക്കപ്പോൾ പണം സമ്പാദിക്കണമെന്നും സേവ് ചെയ്യണമെന്നും ഒക്കെയുള്ളൊരു ചിന്ത ഉണ്ടായത് ആ വീഡിയോകൾ കണ്ടിട്ടാണ്. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്ത് കുറേ വീഡിയോകളില്ലേ, ആ വീഡിയോകളൊക്കെ എനിക്ക് ഒത്തിരി സ്വാധീനം ചെലുത്തിയ സാധനം കേട്ടോ. നിങ്ങൾക്കാണെങ്കിലും എടുത്ത് കാണുക. അതങ്ങനെ. പിന്നെ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എഴുതി വയ്ക്കുക. എഴുതി വെച്ചിട്ട് നമ്മൾ ഒന്നെങ്കിൽ കുഞ്ഞു കുഞ്ഞു കടങ്ങൾ, ഏറ്റവും കൂടുതൽ പലിശയുള്ള കടങ്ങൾ അടച്ചു തീർക്കുക, അല്ലെങ്കിൽ ചെറിയ ചെറിയ കടങ്ങൾ അടച്ചു തീർത്ത് വലിയ കടങ്ങൾ അടച്ചു തീർക്കാൻ നമ്മൾ ശ്രമിക്കുക. ഓരോ കടം തീരുമ്പോഴും നമുക്കൊരു സന്തോഷം കൂടി ഒരു 5 കടം ഉണ്ടട്ടെ 10 കടമാകട്ടെ, അതിനകത്ത് കുഞ്ഞു കടങ്ങൾ ആദ്യം അടച്ചു തീർത്ത് വലിയത് ലാസ്റ്റ്
നമ്മുടെ കയ്യിൽ എങ്ങനെയെങ്കിലുമൊക്കെ കുറച്ച് പൈസ കിട്ടുമ്പം അതുകൊണ്ട് അടച്ചടച്ച് തീർക്കാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. കൂട്ടി കൂട്ടി അടയ്ക്കാൻ ശ്രമിക്കുക. അല്ലാണ്ട് അതിൻ്റെ പലിശ നിരക്ക് എങ്ങനെയാണെന്ന് നോക്കണം. ഈ ഹൗസിംഗ് ലോണിൻ്റെ ഒക്കെ ആണെങ്കിൽ ആദ്യം കുറേ കാലം, പകുതി കാലം പലിശയാണ് അവരെടുക്കുന്നത്. അതപ്പോൾ അങ്ങനെ ഒന്നിച്ച് അടയ്ക്കും. ആദ്യകാലത്താണെങ്കിൽ നമുക്ക് ഒന്നിച്ചടച്ച ലാഭമുണ്ട്. അല്ലെങ്കിൽ പിന്നെ പലിശയെല്ലാം തീർന്നിട്ട് പിന്നെ മുതലയിലേക്കാണെങ്കിലും കയറ്റിയടച്ചിട്ടുള്ള ലാഭം തന്നെയാണ്. പലിശ കൊടുക്കണ്ട എന്ന് മാത്രം. ആദ്യം നമ്മുടെ പലിശയെല്ലാം അവർ മേടിച്ചല്ലോ, പിന്നീടല്ലേ മുതലിലേക്ക് കയറുള്ളൂ. പ്രിൻസിപ്പൽ എമൗണ്ട് എന്നൊക്കെ പറയും. അതൊക്കെ നോക്കുക. നമ്മൾക്ക് പിന്നെ ഏതെങ്കിലും ബാങ്കിൽ ഇച്ചിരി പലിശ നിരക്ക് കുറവുണ്ടെന്ന് തോന്നുന്ന ബാങ്കുകൾ കാണുമല്ലോ. അങ്ങനെ ഏതെങ്കിലും ബാങ്കിലേക്ക് ഈ ലോണുകളൊക്കെ ഒന്ന് മാറ്റി വയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ കുറച്ച് കടബാധ്യതകൾ പലിശ നിരക്ക് കുറച്ച് കിട്ടും. അപ്പോൾ കുറച്ച് അടവും മതിയല്ലോ. അങ്ങനെ ചെയ്യാം. അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യമുണ്ട്, കടത്തിന് നല്ല കടം, ചീത്തക്കടം എന്നിങ്ങനെയുണ്ട്. നല്ല കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എടുക്കുന്ന കടം, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കടം, ഇതൊക്കെ നല്ല കടങ്ങൾ. അതിൽ നിന്ന് നമുക്ക് വരുമാനം കൂടുക. അപ്പം ഒരു ബിസിനസ് ചെയ്യാനായി എടുക്കണമെങ്കിൽ ആദ്യം കുറേ കാലത്തേന് ആ മുതൽ മുടക്കിലേക്ക് നമ്മൾ അടച്ചുകൊണ്ടിരിക്കും. പിന്നീട് കുറച്ച് ലാഭം കിട്ടുമ്പോഴും ഈ മുതലിലേക്ക് തന്നെ അടച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ കടങ്ങൾ നമുക്ക് തീരാൻ സാധിക്കും. അത് അപ്പോൾ കുറേശ്ശെയായിട്ട് നമുക്കത് തീർന്നു പോയിക്കോളും. എന്നിട്ട് പിന്നീട് വരുന്നത് മുഴുവൻ ലാഭമായിട്ട് നമുക്ക് കിട്ടും. ആ സമയത്ത് അതായത് ചീത്തക്കടം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ച് നോക്കുക. നമ്മൾ ടൂർ അടിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എന്നു പറയണ ഒത്തിരി ആഡംബരം കാണിച്ചിട്ട് ഒക്കെ അതിന് വേണ്ടിയിട്ട് കടം എടുക്കുന്നതിന്, അല്ലെങ്കിൽ വാഹനം, വീട് പണിയാൻ, ഇതൊക്കെ ചീത്തക്കടങ്ങളാണ്. ഇതിനകത്തൊന്നും നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല. അല്ല, വീട് പണിതിട്ട് അത് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല കടമായിട്ട് വരും. നമ്മുടെ കല്യാണം എന്ന് പറഞ്ഞില്ലേ, നമ്മളെ മകളെ കെട്ടിച്ചു വിടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നല്ല കടമായിട്ട് നമ്മൾ കൂട്ടരുത്, ചീത്തക്കടാണ്. കാരണം മകളെ കെട്ടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങി പോവുകയാണ്. ആ സമയത്ത് ആ കൊച്ചൊരു ബിസിനസ്സിലേക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ആ കൊച്ചൊരു മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് നല്ല കടമായിട്ട് വന്നു. ആ ആ കുട്ടിയുടെ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട് അത് ഇൻവെസ്റ്റ് ചെയ്യണേ. അതല്ലാണ്ട് കുറച്ച് എന്താ പറയുക ഈവൻ മാനേജ്മെൻറ്റ് ഒഴിച്ച് ഭയങ്കര അടിച്ച് പൊളിച്ച് പൈസയൊക്കെ കളയുന്നത് അത് ചീത്തക്കടമാണ്. മനസ്സിലായോ? അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് ആ പൈസ പോയി. ആ കുട്ടിയെ സംബന്ധിച്ച് അത് നല്ലതായിരിക്കാം, പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പണം ഇറങ്ങിപ്പോകുന്നു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്രേ ഉള്ളൂ. അപ്പം അത് ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ നല്ലത്. നമ്മൾ ഈ കൊടുക്കുന്ന ഇപ്പോൾ സ്വർണം നല്ലതാണ്, പക്ഷേ സ്വർണം നമ്മൾ മേടിച്ച് വിറ്റ് കഴിയുമ്പോൾ അതിൻ്റേതായ വാല്യൂ നമുക്ക് കിട്ടുന്നില്ല. ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ? അതിൻ്റെ പണിക്കുറവ്, അല്ലെങ്കിൽ കല്ലിൻ്റെ വില എന്നൊക്കെ പറഞ്ഞാൽ അവരതങ്ങ് കുറച്ച് കളയും. അപ്പം നമുക്ക് അതിൽ നിന്ന് ഒരു കുറച്ച് രൂപ നമുക്ക് എങ്ങനെ പോയാലും നഷ്ടം സംഭവിക്കും. എങ്ങനെയാണെങ്കിലും അവർ തിരിച്ചു മറിച്ച് നമുക്കൊന്നും അറിയത്തില്ല അതിൻ്റെ ഇതാണ്. എന്തൊക്കെയോ കണക്കുകളും പറഞ്ഞ് പണിക്കുറവ്, അത് ഇത് GST അത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ അങ്ങ് പോകുന്നുണ്ട്. നമ്മൾ സാധാരണക്കാരുടെ അറിയുന്നില്ല. ഒരു പ്രാവശ്യം ഞാനൊരു വള മേടിച്ച് കഴിഞ്ഞപ്പം അതിനകത്ത് എന്തിൻ്റെയോ കണക്ക്, ഞാനിപ്പോൾ മറന്നുപോയി എന്താണ്, അതിൻ്റെ എന്തോ ഒരു കണക്ക് തെറ്റാണെന്നും പറഞ്ഞ് ഞാൻ ജോലി ചെയ്ത സ്ഥാപനത്തിൽ ചേട്ടൻ പറഞ്ഞ ആ ബില്ലിങ് ഇതാ, ഞാൻ പോയി ചോദിക്കാമെന്ന് പറഞ്ഞു. എനിക്ക് 6000 രൂപ കൂടെ കൂടുതൽ ഇങ്ങോട്ട് തിരിച്ചു കിട്ടി. എന്തോ ഒരു കണക്കടിച്ചതിന് അത് തെറ്റുണ്ടെന്നും പറഞ്ഞു. അപ്പം അതുപോലെയൊക്കെ നമുക്ക് പറ്റി. ജ്വല്ലറി ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ നമ്മളെ കയ്യിൽ നിന്ന് നമ്മുടെ പൈസ പോകാൻ സാധ്യത. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ ബില്ലും ഒക്കെ വെച്ചൊന്ന് നോക്കണം കേട്ടോ. നമ്മൾ എന്ത് സാധനം മേടിച്ചാലും ആ ബില്ലൊക്കെ ഒന്ന് വെച്ച് നോക്കണം, വിലയുള്ള സാധനങ്ങൾ. അതേപോലെ നമ്മൾ ഫർണിച്ചർ മേടിക്കുന്നതോ അല്ലെങ്കിൽ ഇതൊന്നും നല്ല കടമല്ല, ചീത്തക്കടം തന്നെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് ഇറങ്ങി പോകുന്ന എല്ലാം ചീത്തക്കടം. അത് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ നമുക്ക് എത്ര രൂപ വരുമാനമുള്ളതെന്ന് ആദ്യം നമ്മൾ കണക്കാക്കുക. ആ വരുമാനത്തിൻ്റെ ഇത്ര പെർസെൻറ്റേജ് ഒക്കെ കിട്ടില്ല, 50, 20, 30 എന്നൊക്കെ പറഞ്ഞ് ഒരേ പെർസെൻറ്റേജ് ഓരോരുത്തർ കണക്ക് പറഞ്ഞേക്കാമല്ലോ. അങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ തന്നെ, കടമുള്ളപ്പോൾ തന്നെ, എത്ര രൂപ കടമുള്ളപ്പോൾ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ആ കടത്തിൻ്റെ കൂടെ തന്നെ ഇൻവെസ്റ്റും വളർന്നു നോക്കുള്ളൂ. നമ്മുടെ കയ്യിലുള്ള പൈസ ഇൻവെസ്റ്റ് ചെയ്യുക എവിടെയെങ്കിലും. ഇതൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ അറിയാൻ മേലാത്ത, അതൊന്നും ഒരു പാടില്ലാട്ടോ. ഇപ്പം നമുക്കറിയാൻ മേലെ നമുക്ക് വേറെ ആരെ കൊണ്ടെങ്കിലും ചെയ്യിപ്പിക്കാം, ഇല്ലേ? അങ്ങനെ മ്യൂച്വൽ ഫണ്ടിലോ ഒക്കെ നമുക്ക് വിശ്വസിക്കാവുന്ന ഒരു 10 വർഷത്തേക്കോ 20 വർഷത്തേക്കോ ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ 10 വർഷം കഴിയുമ്പോൾ നമുക്കൊരു തുകയായിട്ട് അത് കിട്ടും. എങ്ങനെയാണെങ്കിലും നഷ്ടം വരില്ല നമുക്ക്.
മ്യൂച്വൽ ഫണ്ട് റിസ്ക് ആണെന്നൊക്കെ പറഞ്ഞ് അത് അതിനകത്ത് പറയുന്നുണ്ടെങ്കിലും അത് സ്പീഡ് പറഞ്ഞു പോകുമ്പോൾ നമുക്ക് നമ്മൾ പേടിച്ചിരിക്കും, അയ്യോ ഷെയർ പൊട്ടിപ്പോയി. അങ്ങനെ പണ്ട് കാലത്തായിരുന്നു അത്. ഇന്നിപ്പം അതൊക്കെ ഗവൺമെൻറ്റിൻ്റെ സെബി എന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെയൊക്കെ നിയന്ത്രണത്തിലാണ് മ്യൂച്വൽ ഫണ്ടുകളൊക്കെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് പേടിക്കാനൊന്നുമില്ല. എല്ലാവരും തന്നെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഒരു 500 രൂപയെങ്കിലും ഒരു മാസം നമ്മൾ ഇടാൻ ശ്രമിക്കുക. 100 രൂപയുടെയൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ നമ്മൾ അന്വേഷിച്ചിട്ട് അതനുസരിച്ചുള്ള തുകകൾ ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്കിപ്പോൾ ഒരു കുഞ്ഞുണ്ടായി, ആ കുഞ്ഞുണ്ടായി കഴിയുമ്പോൾ തന്നെ നമ്മളൊരു 100 രൂപ വെച്ചോ 1000 രൂപ വെച്ചോ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൊച്ചിന് ഒരു 22 വയസ്സാകുമ്പോഴത്തേനും നല്ലൊരു തുക കിട്ടും. അവരുടെ വിദ്യാഭ്യാസത്തിനുള്ള ജോലിക്കുള്ളതും ഒക്കെ പെണ്ണാണേലും ആണാണേലും നമുക്കൊരു തുക ഉണ്ടാക്കാൻ പറ്റും. ഈ അന്നൊന്നും നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വെച്ചാൽ ആരും ഇങ്ങനെ പറഞ്ഞു തരാനില്ല, നമുക്കൊരു വിദ്യാഭ്യാസം അതിനെക്കുറിച്ച് കിട്ടുന്നില്ല. എല്ലാം എന്നാന്ന് പറയുക, കടം മേടിക്കുക എന്ന് മാത്രമേ നമുക്കൊക്കെ അറിയത്തുള്ളൂ. അല്ലാണ്ട് നമുക്ക് കടം കൊടുക്കണമെന്നോ അത് ഏത് രീതിയിൽ കൊടുക്കണമെന്നോ ഒന്നും അതിനുള്ള പൈസ എങ്ങനെ ഉണ്ടാക്കണമെന്നോ ഒന്നും നമുക്കറിയത്തില്ലായിരുന്നു. ഇപ്പോൾ ജോലിക്ക് കയറുന്ന ഒരു 24 വയസ്സായ മക്കളാണെങ്കിലും ആദ്യത്തെ ഒരു 3-4 മാസം കയ്യിലെ പൈസ മുഴുവൻ കൊണ്ടു നടക്കുക. അത് കഴിയുമ്പോൾ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റിൽ നിക്ഷേപിക്കുക. അതാ വേണ്ടത്. നമുക്ക് ഒരു ജോലി ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നിക്ഷേപിച്ചേക്കുക. അല്ലാണ്ട് നമ്മൾ അത് ദൂർത്തടിച്ച് കളയാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം അങ്ങനെയുണ്ട്. പിന്നെ നമ്മൾ എപ്പോഴും എന്നാ പറയണേ, എപ്പോഴും ഈ ആൾക്കാരിൽ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ജീവിതങ്ങൾ നമ്മൾ നിർത്തുക. നമുക്കിപ്പം ഒരു ഫുഡ് കഴിക്കണം എന്ന് വെച്ചു, നമ്മുടെ മക്കളുമൊക്കെ ആയിട്ട് വല്ലപ്പോഴും പോയി ഒരു ഫുഡ് കഴിച്ചു. എന്നും പുറത്തുനിന്നേ ഫുഡ് കഴിക്കുകയുള്ളൂ, എന്നും വലിയ വില കൂടിയ ഡ്രസ്സുകളെ നല്ല വലിയ വലിയ സാധനങ്ങളെ ഉപയോഗിക്കുകയുള്ളൂ, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാണ്ടിരിക്കുക. നമുക്ക് ഒരു കടബാധ്യത നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു എങ്കിൽ നമ്മൾ നമ്മുടെ മക്കളോട് പറയുക, ഇന്ന രീതിയിൽ കടങ്ങളുണ്ട്, നമുക്കപ്പോൾ അത് വീട്ടിയെടുക്കണം. അതിന് എല്ലാ കാര്യവും ഇപ്പം ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മുടെ കുടുംബക്കാരോട് പറഞ്ഞേക്കുക, എനിക്ക് കടമുണ്ട്, എനിക്ക് ആവശ്യമില്ലാത്തതിനൊന്നും ചിലവാക്കാൻ പൈസ ഇല്ല, അല്ലെങ്കിൽ എനിക്ക് പറ്റില്ല എന്നിങ്ങനെ നമ്മൾ ഒഴിവാക്കണവർ ഒഴിവാക്കിക്കോട്ടെ. പക്ഷേ നമ്മൾ പറയാനുള്ള കാര്യം നമ്മുടെ മക്കളോടും പറഞ്ഞിരിക്കണം, എത്ര ബാധ്യതയുണ്ടെങ്കിലും. പിന്നെ കടമുണ്ടായ നാണക്കേട് വിചാരിക്കേണ്ട. ചില ഭർത്താക്കന്മാർ കാണിക്കുന്ന പരിപാടിയുണ്ട്, കടം ഉണ്ടായിക്കഴിഞ്ഞാൽ പറയില്ല, അത് ഒളിച്ചു വെച്ചുകൊണ്ടിരിക്കും. അത് അവർ പിന്നീട് പറയണ കേട്ടിട്ട് അതിലും രസകരമായ സംഭവം, മനപ്രയാസം ഉണ്ടായെങ്കിലോ, ഇപ്പോൾ ഭാര്യയ്ക്ക് മനപ്രയാസം അല്ല ഭർത്താവിന് മനപ്രയാസം ഉണ്ടായെങ്കിലോ എന്ന് ഓർത്താൽ ഞാൻ പറയാത്തതെന്നൊക്കെ പറയും. അതൊന്നും വിശ്വസിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ കടം നമ്മളായിട്ട് വരുത്തി വെച്ചെങ്കിൽ, ഇപ്പം ഞാനായിട്ടൊരു ബാധ്യത എൻ്റെ കുടുംബത്തിനുണ്ടാക്കി വെച്ചാൽ ഞാൻ ധൈര്യപൂർവ്വം എൻ്റെ കുടുംബത്തിനോട് പറയുക, എൻ്റെ ഹസ്ബൻഡിനോടും മക്കളോടും പറയുക, എനിക്ക് ഇന്ന രീതിയിൽ കടം ഉണ്ടായിട്ടുണ്ട്, അത് നമുക്കെല്ലാവർക്കും കൂടെ വീട്ടാൻ സാധിക്കണം, ഞാനായിട്ട് വരുത്തി വെച്ചാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ എല്ലാവരും ചേർത്ത് നിർത്തുകയുള്ളൂ. അതറിയാൻ മേലാത്തതുകൊണ്ടാണ്. അതിന് പലരും അത് മറച്ചു വെച്ചുകൊണ്ടിരിക്കും. അത് വലിയ എന്നാ പറയണേ, ഒരു കടുകുമണിയോളം ഉള്ള സാധനം അത് വലിയ തേങ്ങയോളം അല്ലെങ്കിൽ ചക്കയോളം ഒക്കെ എത്തിക്കഴിയുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പം എല്ലാ കാര്യങ്ങളും തുറന്ന് സംസാരിക്കുക വീട്ടിൽ. നാണക്കേടൊന്നും വിചാരിക്കുക. നമ്മുടെ കുടുംബത്തിൽ പറയണതിന് നാണക്കേട് ഒരു ഒളിവിൻ്റെയും മറവിൻ്റെയും കാര്യമില്ല. അതെല്ലാം തുറന്ന് സംസാരിച്ചേക്കുക. എന്നിട്ട് എല്ലാവരും പ്രായപൂർത്തിയായ ഓരോരുത്തരും അവനവൻ്റെ പണികൾ ചെയ്യാൻ വേണ്ടി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കടബാധ്യത കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും. അവനവന് ഓരോരുത്തർക്കും വരുമ്പോൾ ഇതിപ്പം മൊബൈൽ ചാർജ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ പുറത്ത് യാത്ര പോകുന്നതിനും എന്നും ആഴ്ചയിൽ ടൂർ അടിക്കുന്നതിനും ഒക്കെ നമ്മൾ ചിലവാക്കുമ്പോഴാണ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇറങ്ങിപ്പോകുന്നത്. പൈസയുടെ മൂല്യം, നമ്മൾ പൈസയെ എത്രമാത്രം ബഹുമാനിക്കുന്നത്. പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ആർത്തി പിടിക്കില്ലേ. പൈസയ്ക്ക് വേണ്ടി ആർത്തി പിടിച്ചാലേ പൈസ നമ്മളിലോട്ട് വരുള്ളൂ. പൈസേനെ നല്ല മാർഗത്തിൽ കൂടെ നമ്മളിലോട്ട് ആകർഷിക്കാൻ നമ്മൾ ശ്രമിക്കണം. പൈസ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിലേക്ക് പൈസ വരില്ല. ഞാൻ കേട്ടിട്ടുണ്ട് 100 രൂപ 100 രൂപയല്ലേ ഉള്ളൂ, ഇത് 100 രൂപയ്ക്ക് 100 രൂപയുടെ വിലയുണ്ട്, 1 രൂപയ്ക്ക് 1 രൂപയുടെ വിലയുണ്ട്, 50 പൈസയ്ക്ക് 50 പൈസയുടെ വിലയുണ്ട്. ഈ 50 പൈസയിൽ പോലും കയ്യിലില്ലാതെ ഒരു ബസ്സേൽ കയറിയാൽ നമ്മളെ സമ്മതിക്കുമോ? പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ 10 പൈസ ഉണ്ടായിരുന്നുള്ളൂ, 10 പൈസയായിരുന്നു ST. ആ ST 10 പൈസ ഇല്ലെങ്കിൽ വണ്ടിക്കാർ സമ്മതിക്കും നമ്മളെ? ഇല്ല. അപ്പം നമ്മൾ വിചാരിക്കണം, ഓരോന്നിനും അതിൻ്റെ മൂല്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പൈസ ഉണ്ടാകും. നമുക്ക് പൈസേനെ ബഹുമാനം ഉണ്ടായിരിക്കണം. പൈസേനെ ചുരുട്ടി കൂട്ടി പേഴ്സിലേക്കൊക്കെ തള്ളുന്ന സ്വഭാവം നിർത്തുക. അതിനെ ഒരു റെസ്പെക്റ്റ് ചെയ്ത് അതിനെ നിവർത്തി നമ്മുടെ ബാഗിലും പേഴ്സിലും വെക്കാൻ നമ്മൾ ശ്രമിക്കുക. പൈസേനെ സൂക്ഷിച്ച് വയ്ക്കുക. എല്ലായിടത്തും പൈസ തൂളിയിടുന്ന സ്വഭാവം നമ്മൾ നിർത്തുക. ഈ വീടിൻ്റെ ഏത് മൂലയിൽ ചെന്നാലും ഏത് സ്ഥലത്തും ചില ഉദ്യോഗസ്ഥന്മാരുണ്ട്, പേഴ്സ് അവിടെ ഇങ്ങനെ വലിച്ചെറിഞ്ഞേക്കും. അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്ന പൈസയൊക്കെ ആ മേശപ്പുറത്തോ എവിടെയെങ്കിലും തൂളിയിട്ടേക്കും. ഒരു കാലത്തും ഉണ്ടാവില്ല പൈസ. പൈസേനെ റെസ്പെക്റ്റ് ചെയ്താൽ മാത്രമേ പൈസ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയുള്ളൂ.
പൈസേനെ എത്രമാത്രം പൈസ നമുക്ക് വേണ്ടി പണിയെടുക്കുന്ന അവസ്ഥയിലേക്ക് വരണമെങ്കിൽ നമ്മൾ പൈസേനെ സൂക്ഷിക്കണം. അതെന്തുകൊണ്ടാണ് പൈസ നമുക്ക് വേണ്ടി പണിയെടുക്കുന്നത്? പലിശയും കൂട്ടുപലിശയും പലിശയുടെ പലിശയൊക്കെ ആയിട്ട് കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആയിട്ട് പൈസ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പൈസേനെ റെസ്പെക്റ്റ് ചെയ്താലേ പൈസ പണിയുള്ളൂ. നമ്മൾ ആരെയാണോ റെസ്പെക്റ്റ് ചെയ്യണം അവർ നമ്മളോട് കൂടുതൽ ഇഷ്ടം വരില്ലേ? അത് തന്നെയാണ്, അതൊരു പ്രപഞ്ച നിയമമാണ്. അത് നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ അതിനെ അതുപോലെ സ്നേഹിക്കണം. പൈസേനെ ഇഷ്ടപ്പെടണം. നമുക്കറിയാൻ മേലാത്തവരും കൂടെ പറഞ്ഞു കൊടുക്കുക, നമ്മൾ പൈസേനെ ഇഷ്ടപ്പെടണം എന്ന് നമ്മുടെ സുഹൃത്തുക്കൾക്കും ഇങ്ങനെ കാണിക്കുന്ന ഓരോരുത്തർക്കും, നമ്മുടെ ഹസ്ബൻഡാണേലും മക്കളാണേലും പൈസേനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിപ്പിക്കുക. അപ്പം നമ്മളിലേക്ക് കൂടുതൽ പണം വന്നുകൊണ്ടിരിക്കും. അല്ലാതെ ഒന്നുമില്ല. ഞാൻ കണ്ടിട്ടുണ്ട് ആധാരം, വീടിൻ്റെ വില കൂടിയ സാധനങ്ങളും ഒക്കെ ഏതെങ്കിലും ഒരു മൂലയെ കൊണ്ട് തള്ളിയിട്ടേക്കണേ. ഒന്നുമില്ലെങ്കിലും ഒരു കുഞ്ഞു പെട്ടിയെങ്കിലും ഉണ്ടാക്കി നിങ്ങൾ അതിനകത്ത് വെക്കാൻ ശ്രമിക്കുക. ഒരു പാവപ്പെട്ടവനാണെങ്കിൽ പോലും വലിയ അലമാരിയോ വലിയ ഇതൊന്നും ഇല്ലെങ്കിൽ പോലും ഒരു കുഞ്ഞു ബോക്സെങ്കിലും ഒരു തടിയുടെ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരെണ്ണം മേടിച്ചിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിൽ പോലും അതിനകത്തിട്ട് സൂക്ഷിച്ച് വെക്കുക. അത് റെസ്പെക്റ്റ് കൊടുക്കണം. എന്ത് സാധനത്തിനും നമുക്കുള്ള എല്ലാത്തിനും റെസ്പെക്റ്റ് കൊടുക്കണം. ഇതിനൊക്കെ ജീവനുണ്ടെന്നേ, ജീവനില്ലാത്ത ഒന്നുമല്ല, ഒരു എനർജിയാണെന്നാണ് പറയുന്നത് പണം. അപ്പം നമ്മളിലേക്ക് അത് ഒഴുകി വരണമെങ്കിൽ നമ്മളതിനെ റെസ്പെക്റ്റ് ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മളിലേക്ക് കൂടുതൽ പണം വരാൻ വരും, അതുറപ്പാണ്. പിന്നെ നമ്മളെല്ലാം എന്തെങ്കിലും ഒരു പണി ചെയ്യണം. ചുമ്മാതിരുന്നിട്ടൊന്നും നമ്മൾ കാര്യമില്ല. എന്തെങ്കിലുമൊക്കെ ഒരു വരുമാന മാർഗം നമുക്ക് വീട്ടിൽ സാഹചര്യം ഉള്ളവർ, ഇപ്പോൾ ചിലർക്കൊന്നും വീട്ടിൽ നിന്ന് പുറത്ത് പോയൊന്നും പണിയാൻ ചെയ്യാൻ, അപ്പം നമ്മൾ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ഇപ്പം എനിക്കറിയാവുന്ന ഒരു പെൺകുട്ടിയുണ്ട്. പുള്ളിക്കാരി ഈ അച്ചാറുകളൊക്കെ ഇട്ടിട്ട് മീൻകാർ വീട്ടിൽ വരും, അവരുടെ കൈ കൊടുത്തു വിട്ട് കച്ചവടം നടത്തുന്ന കുട്ടി. അതേപോലെ എനിക്ക് ഈ ജാതിക്ക ജ്യൂസില്ലേ, ജാതിക്കയുടെ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വരുന്ന മീൻകാരൻ്റെ കൈ കൊടുത്തു വിട്ട് ഈ സർബത്ത് ഉണ്ടാക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു പെണ്ണിനെ എനിക്കറിയാം. എനിക്കറിയാം, നല്ല അറിയാവുന്ന ഒരു കുട്ടിയാണ്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ആർക്കാ ചെയ്യാൻ പറ്റാത്ത? നമുക്കൊരു വരുമാനം ഉണ്ടാക്കാൻ നമ്മളെപ്പോഴും ശ്രമിക്കുന്നത് നല്ലതാണ്. ഈ സർബത്തുണ്ടാക്കി വിൽക്കുന്നത്, ജാതിക്കയുടെ സർബത്തല്ല ജാതിക്ക ജ്യൂസ് ഉണ്ടാക്കി വയ്ക്കുന്നത് എൻ്റെ നാത്തും ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ. ഇങ്ങനെ അതും ഒരു മീൻകാരൻ പയ്യനെ വന്ന് അവന് ഉച്ച കഴിയുമ്പോൾ ഈ സർബത്തിൻ്റെ കുലുക്കി സർബത്തൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടാക്കുന്ന പരിപാടിയാണ്. അവൻ കൊണ്ടുപോയി കച്ചവടം നടത്തിയിട്ട് പൈസ കൊടുക്കും. നമുക്ക് ഏത് മാർഗ്ഗമാണ് സ്വീകരിക്കണത് ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ അതൊക്കെ സ്വീകരിച്ചോളുക. അതാണ് വേണ്ടത്. നമുക്ക് വരുമാനം, ഒരു കൊച്ചു വരുമാനം 100 രൂപ കിട്ടിയാലും സന്തോഷമല്ല നമ്മളായിട്ടുണ്ടാക്കിയ ഒരു പൈസ എന്ന് പറയുന്നത്. അപ്പോൾ പൈസേനെ ബഹുമാനിക്കുക, മറ്റുള്ളവരെന്ത് പറയുമെന്ന് ഓർത്ത് ജീവിക്കാതിരിക്കുക. നമുക്ക് കടമൊക്കെ വരുമ്പം ആരും കാണില്ല, അത് ഉറപ്പായ കാര്യമാണ്. അത് എത്ര വലിയ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും അപ്പുറം ദൂരെ നിന്ന് ഒന്ന് അന്വേഷിക്കുക പോലും ഇല്ലാത്ത സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചിലപ്പം പങ്ക് പറ്റിയവരൊക്കെ കാണും, പക്ഷേ ആരും സഹായ സമയത്ത് കാണില്ല നമ്മുടെ കൂടെ. അതൊക്കെ നമ്മൾ വിചാരിക്കണം. അപ്പം അതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഇത് നമ്മൾ ഈ ആരുടെ കയ്യിലും പൈസ ഇരുന്നാൽ ചോദിക്കുന്ന സ്വഭാവം നിർത്തുക. നിസ്സാര കാര്യത്തിന് പോലും ഒരു മാസാവസാനം വരെ പിടിച്ച് ചിലവാക്കാൻ ശ്രമിക്കുക. എല്ലാവരുടെയും ഒട്ടുമിക്ക ആൾക്കാരെയും കേട്ടിട്ടുണ്ട് ഒരു 15-ാം തീയതിയോടുകൂടി കയ്യിലെ പൈസ മുഴുവൻ തീർന്നു എന്ന്. അപ്പം നമ്മൾ ഒന്ന് ചിന്തിക്കുക, ഒരു 9-ാം തീയതി 8-ാം തീയതി ആകുമ്പോൾ തൊട്ട് നമ്മൾ സേവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇന്നത്തെ ദിവസം എനിക്ക് ചിലവ് കുറയ്ക്കണം, ഇന്നത്തെ ദിവസം ചിലവ് എങ്ങനെ പരമാവധി കുറയ്ക്കാമെന്ന് ചിന്തിക്കുക. ഒരു 20,000 രൂപയൊക്കെ ചിലവാക്കണ ആണുങ്ങൾ തന്നെ ജീവിക്കുന്നവരുമുണ്ട്. അതൊക്കെ എന്തിനു ചിലവാക്കുന്നതെന്ന് ആർക്കറിയാം. അങ്ങനെയൊന്നും ചിലവുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവില്ല. ഒരു 2,000-3,000 മതി. ഒരാൾ തന്നെ താമസിക്കുന്നവരൊക്കെ 2 പേർക്കൊക്കെ ഒരു 3,000 രൂപയൊക്കെ മതി ജീവിക്കാൻ. അതിനുള്ള ചിലവിൽ ചുരുക്കാൻ നമ്മൾ ശ്രമിക്കുക. പിന്നെ ആവശ്യമില്ലാതെ വണ്ടി ഓടിച്ചുകൊണ്ട് നടക്കണം, ആവശ്യമില്ലാത്ത ബൈക്കും കൊണ്ട് നടക്കുന്നതും ഒക്കെ ഒന്ന് ചുരുക്കുക. അതൊക്കെ സ്വയം തീരുമാനിക്കുക. എവിടെ പോകണമെങ്കിലും ബൈക്കില്ലാതെ പോവില്ല, അല്ലെങ്കിൽ കാറില്ലാണ്ട് ഒരാൾ തന്നെ പോകുമ്പോഴും ഈ കാറും കൊണ്ട് കാശ് കയറാണെങ്കിൽ കുഴപ്പമില്ല. അതിൽ നിന്ന് വരുമാനം നമുക്ക് ഉണ്ടാകണമെങ്കിൽ കുഴപ്പമില്ല. വാഹനത്തിൽ നിന്ന് നമുക്ക് വരുമാനം, ഒരിടത്ത് പോകുമ്പോൾ അവിടെ വാഹനമായിട്ട് ചെന്നാൽ മാത്രമേ നമുക്കൊരു ബിസിനസ് കിട്ടുള്ളൂ, അല്ലെങ്കിൽ നമുക്കൊരു ജോലി കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ നമ്മൾ പോകണം. അത് വരുമാനം ഉണ്ടാക്കും. അതല്ല എങ്കിൽ എന്നാ പറയണേ, ഒരിടത്ത് പോകുമ്പം ഇത് പെട്രോൾ ഒഴിക്കണതിൻ്റെ പൈസ നമുക്ക് നഷ്ടപ്പെടുക. നമ്മളൊരാൾ പോണതിന് എന്തിനാ അതിന് പോകുന്നത്? ഒരാളുടെ പുറകിൽ പോയിരുന്നു ലൈൻ ബസ്സൊക്കെ കയറി പോയിരുന്നു പോവുക. ഇതൊക്കെ ചെയ്ത് നമുക്ക് സമ്പാദിക്കാൻ പറ്റും.
പിന്നെ മക്കളെ പഠിപ്പിക്കുക എന്നുള്ളത് നല്ലൊരു കടമാണ്. കാരണം ഒരു മോനെ അല്ലെങ്കിൽ ഒരു മോളെ പഠിപ്പിക്കുമ്പം അവർക്കൊരു വരുമാനത്തിന് വേണ്ടിയിട്ടാണ്, അവർക്ക് ജോലിക്ക് വേണ്ടിയിട്ടാണ് പഠിപ്പിക്കുന്നത്. അതൊക്കെ നല്ല ഒരു ഇതിനാണ്. അതിനൊന്നും നമ്മൾ ഇച്ചിരി കടം എടുത്തു എന്ന് ഓർത്തുകൊണ്ടൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. അത് ആ മക്കളായിട്ട് വീട്ടിക്കോളും. അതല്ലാണ്ട് എപ്പോഴും നമ്മൾ എടുക്കുമ്പം അത് നല്ല കടമാണോ, ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ ഒരു 3-4 പ്രാവശ്യം ആലോചിക്കുക, എന്നിട്ട് ഇറങ്ങുക. അല്ലാണ്ട് ചുമ്മാ എടുത്തിയാടി ഒന്ന് ഓടിപ്പോകാണ്ടിരിക്കുക. എടുത്ത് ചാടി ഓടിപ്പോയതിൻ്റെയൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഞാനൊരു 5 വർഷമായിട്ടാണ് സമാധാനത്തോടെ ജീവിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കുക, എടുത്ത് ചാടി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം പൊട്ടത്തരങ്ങളായിരിക്കും. ആലോചിച്ച ശേഷം ആവശ്യമുണ്ടോ, അത്യാവശ്യമാണോ, അതോ ഇപ്പോൾ വേണോ വേണ്ടയോ എന്നൊക്കെ ആലോചിക്കുക. എപ്പോഴും തുടക്കം മുതൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ, ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ പൈസ നിക്ഷേപിച്ചേക്കുക. നിക്ഷേപിക്കുമ്പം അതെന്നാണേലും ഉയർന്നു വരും, ഉറപ്പായ കാര്യമാണ്. അതങ്ങനെ മ്യൂച്വൽ ഫണ്ടിലാണ് ഏറ്റവും നല്ലത്. സ്വസ്ഥമായിട്ട് നമുക്ക് SIP ആയിട്ട് ഇട്ടുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെത്താനും ഓട്ടോമാറ്റിക്കായിട്ട് വളർന്നു പൊക്കോളും. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് പൊക്കോളുകയും ചെയ്യും. അതൊക്കെ ചെയ്ത് പഠിക്കുക, അതിൻ്റെ എക്സ്പേർട്ടുകളെ കണ്ട് അതൊക്കെ ചെയ്യുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് കടത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം. ഏത് സമയം കടവും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് നമ്മൾ എന്തെങ്കിലും വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് പൈസ ഉണ്ടാക്കാനുള്ള മാർഗം ഏതാണ്? ഒരു കൊച്ചു മാർഗമാണെങ്കിലും കൊച്ചു മാർഗം ചെയ്യുക. അപ്പം എല്ലാവർക്കും, അപ്പം എന്നോട് ചോദിച്ച 3 പേർക്കുള്ളതിൻ്റെ ആൻസറാണിത് കേട്ടോ. ഇനി ഇതിനെക്കുറിച്ച് ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഓർക്കുവാണെങ്കിൽ വേറെയും കഥകളുമായിട്ടൊക്കെ വരാം. ഇതൊക്കെ ജീവിത പാഠങ്ങൾ തരുന്ന കഥകളാണ്. ജീവിതത്തിൻ്റെ അനുഭവത്തിൽ നിന്നുകൊണ്ട് തന്നെ പറഞ്ഞു തരാൻ പറ്റും. നമുക്കിനി കടം, നമ്മൾ ഇതൊന്നും കൊണ്ട് നിൽക്കില്ലാത്ത കടങ്ങളാണെങ്കിൽ, നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, നമുക്ക് വലിയ ഇതൊന്നും ഇല്ലാത്തൊരു പ്രോപ്പർട്ടി ചുമ്മാ കിടക്കുകയാണെങ്കിൽ നമ്മൾ വിറ്റിട്ട് കടം വിട്ടേക്കുക, അതങ്ങ് കൊടുത്തേക്കുക. സ്വർണ്ണം ഇരിപ്പുണ്ട്, ഒരു 10 ലക്ഷം രൂപയുടെ സ്വർണ്ണം ഇരിപ്പുണ്ട്, നമുക്ക് കടം വീട്ടാൻ പറ്റുക, സ്വർണ്ണം അങ്ങ് കൊടുത്തേക്കുക. സ്വർണ്ണം പിന്നെയാണെങ്കിൽ നമുക്ക് മേടിക്കാമെന്ന് വിചാരിക്കുക. അത് നമുക്ക് ഏറ്റവും അത്യാവശ്യം നമ്മുടെ കയ്യിൽ നിന്നിരിക്കുന്ന പൈസ ബാങ്കുകാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ കൊണ്ടുപോകുന്നതല്ലേ. നമ്മുടെ വാദത്തിലേക്ക് ബാങ്കുകാരെയും അല്ലെങ്കിൽ മറ്റുള്ളവരെയും കയറ്റില്ല, കടക്കാരെ കയറ്റില്ല എന്ന് നമ്മൾ തീരുമാനിക്കുക. പിന്നെ എല്ലാവർക്കും ഈ പൈസ കൊടുക്കുന്ന സ്വഭാവങ്ങൾ നിർത്തുക. എല്ലാവരെയും പാത്രം അറിഞ്ഞ് ദാനം ചെയ്യാൻ ശ്രമിക്കുക. നമ്മൾ ചുമ്മാ പൈസ കൊടുത്തിട്ട് വിട്ടികളായിട്ടിരുന്നിട്ടും കാര്യമില്ല. തിരിച്ചു വയ്ക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥകൾ, അത് നമ്മൾ നിർത്തുക. അതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഒന്നാമത്തെ പാഠങ്ങളാണ് ഇതൊക്കെ കേട്ടോ. നമുക്ക് എപ്പോഴും ആരെ സഹായിച്ച് നന്നാക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അതേപോലെ ഈ വലിയ കടമാണെങ്കിൽ എല്ലാം വിറ്റിട്ട് ഒന്നെന്ന് തുടങ്ങിക്കോ, എന്നാലും നമ്മൾ രക്ഷപ്പെട്ടു. അതൊരു 50 വയസ്സായവരാണെങ്കിൽ പോലും നമുക്ക് കടം വീടിക്കഴിഞ്ഞാൽ നമുക്ക് സമാധാനം, ഒന്ന് കിടന്നുറങ്ങാൻ പറ്റും, 2 പിന്നെ നമുക്ക് ഒന്നെന്ന് തുടങ്ങി ഓരോരോ സമ്പാദ്യങ്ങൾ തുടങ്ങിയിട്ട് ഒരു കടവും ഇല്ലാതെ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പഠിക്കുകയും ചെയ്യും. പഠിക്കണവരായിരിക്കണം. 1 കടം ഉണ്ടാക്കി, 2 കടം ഉണ്ടാക്കി, 3 കടം ഉണ്ടാക്കി അവരൊന്നും പഠിക്കണവരല്ല. അവരതുകൊണ്ട് അങ്ങനെ ജീവിച്ചു പോകണവരാണ്. പിന്നെ ഭാര്യയുടെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നോ എന്തെങ്കിലും സ്വത്തുക്കൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലൊരു വീട് വെച്ച് താമസിക്കാൻ ശ്രമിക്കുക. അതല്ലാണ്ട് അതവിടെ ഇട്ടിട്ട് ടൗണിൽ പോയിട്ട് ഞാൻ താമസിക്കുള്ളൂ എന്ന് പറഞ്ഞ് പോയി കടങ്ങളുണ്ടാക്കി, അല്ലെങ്കിൽ ആ സ്ഥലം വിൽക്കാൻ അനുവാദമുള്ളതാണെങ്കിൽ വിറ്റിട്ട് നമ്മൾ എവിടെയെങ്കിലും വെച്ചാൽ നമ്മൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി താമസിക്കുക. എന്നാലും കടം ഉണ്ടാക്കാണ്ടിരിക്കാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും നല്ല സ്മാർട്ടായിട്ടിരുന്നു. ബൈ.